നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 44ാമത്തെ എപ്പിസോഡ് സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെ ഹാവിൻ്റെയും 10ാമത്തെ പാർട്ടാണ്. സോ കഴിഞ്ഞ 9 പാർട്ടും കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. എപ്പിസോഡ് 35 മുതലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. എപ്പിസോഡ് 35 മുതൽ 43 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാസിൻ്റെ എക്സ്പ്രഷനുകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് വരും ക്ലാസ്സുകളിൽ പ്രയോജനമാകുന്ന എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. കുറച്ച് ഗ്രാമാറ്റിക്കലി വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമുക്ക് പിന്നീട് അത് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട്. അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കരുത്. ഈസിയാണ്, വളരെ ഈസി, സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഹാവ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ എപ്പിസോഡ്. ഹാവിൻ്റെ കണ്ടിന്യൂഷനാണ്. എക്സാമ്പിൾ സെൻറ്റൻസ് വെച്ചാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ഹാവിലോട്ട് കയറാം, ഹാവിൻ്റെ കണ്ടൻറ്റിലോട്ട് കയറാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഹാസിൻ്റെ ഹാവിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. സോ അതൊന്നുകൂടെ പറയുകയാണ്. ഹാസിൻ്റെ ഹാവിൻ്റെയും മീനിങ് എന്ന് വെച്ചാൽ സെയിം ആണ്. അതായത് ഒരേ ആശയമാണ് ഹാസിനും ഹാവിനും ഉള്ളത്. അതായത് എനിക്കുണ്ട്, എനിക്കുള്ളത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, അതുപോലെ തന്നെ എൻ്റെ ഫീലിങ്സിലുള്ളത്, മറ്റുള്ളവർക്കുള്ളത്, അതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനും പറയുവാനും വേണ്ടിയിട്ട്, അതേപോലെ നിങ്ങൾക്ക് എന്ത് ഷുവർട്ടിയുള്ള ഉറപ്പായിട്ട് കണ്ട കാര്യങ്ങളും അതായത് യാഥാർത്ഥ്യമായ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവും ഹാസുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഹാസും ഹാവുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഹാസിൻ്റെ ഹാവിൻ്റെയും ആശയം. 2 പേർക്കും സെയിം ആണ്. ഒരു വ്യത്യാസം മാത്രം, അത് യൂസ് ചെയ്യുന്നതിൽ ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കർത്താവ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏകവചനമായിരിക്കുമ്പോഴാണ്. അതായത് ഹിയ, ഷിയ, ഇറ്റ് എന്നിവ വരുമ്പോൾ നമ്മൾ ഹാസും, അതായത് ചെയ്യുന്ന ആൾ ഒരാളോ ഒരു വസ്തുവിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഹാസും. ഹാവ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന ആൾ ഒന്നിൽ കൂടുതൽ ആളുകളോ പറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റിയാണെങ്കിലോ നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന റൂട്ട് ദേയ, വിയ, യുവ എന്നിവ വരുമ്പോൾ നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവിൻ്റെ കൂടാണ്, ഹാസിൻ്റെ കൂടല്ല. ഐ എന്ന് വെച്ചാൽ ആക്ച്വലി ഏകവചനമാണ്. അത് നമ്മൾ ഹാവിൻ്റെ കൂടാണ് യൂസ് ചെയ്യുന്നത്. അത് ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി ഉള്ള ഒരു റൂളാണ്. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക, എളുപ്പമാണ്. ഈവൻ നമ്മൾ പഠിക്കേണ്ട കാര്യം പോലും ഇല്ല, നമ്മൾ ഒരിക്കലും തെറ്റത്തില്ല. ഐ നമ്മൾ ഇന്നേ വരെ ഹാവിൻ്റെ കൂടെ കേട്ടിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹാസിൻ്റെ കൂടെ ഒരിക്കലും ചേർക്കത്തില്ല. ഹാസ് നമ്മുടെ പറയുമ്പോൾ പോലും നമ്മുടെ നാവിൽ വരത്തില്ല. സോ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, നോ പ്രോബ്ലം. നമുക്ക് അതങ്ങനെ വരത്തുള്ളൂ. സോ അത്രയേ ഉള്ളൂ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സെക്ഷൻ. സോ ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവാം. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസും ഹാവ് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഓർത്തിരിക്കുക. സോ നമുക്കിന്ന് ഹാവിൻ്റെ സെൻറ്റൻസിലാണ്, എക്സാമ്പിൾ സെൻറ്റൻസിലാണ്. ഡയറക്റ്റ് നമുക്ക് ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇത് ചിലപ്പം ഫാമിലി, ബ്രദേഴ്സ്, സിസ്റ്ററിനെമാരെയൊക്കെ സർപ്രൈസ് ചെയ്യാറുണ്ട്. അതേപോലെ കപ്പിൾസ്, ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുക്കാറുണ്ട്. ഒരാൾക്ക് അവരറിയാതെ സമ്മാനമൊക്കെ മേടിച്ചു കൊടുക്കത്തില്ലേ, അതിനെയാണ് ഈ സർപ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യാറുണ്ട്. 2 പേരിലോ ചിലപ്പോൾ ഒരാൾ മറ്റൊരാൾ അറിയാതെ എന്തെങ്കിലും ഗിഫ്റ്റ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ് ഒരാൾ പറയുന്നതാണ് ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണത്. അപ്പോൾ അതിൽ ഹാവ് വന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരിക്കുന്നു. ഐ വന്നുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. സർപ്രൈസ് ഉണ്ട് എന്നൊരാശയം കൊടുക്കാനും കൂടിയാണ് അവിടെ ഹാവ് വന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സെക്ഷൻ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എലോട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് ഒരുപാട് പഠിച്ചു, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എലോട്ട്. അപ്പോൾ ഒരാളിങ്ങനെ പറയുക, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് എലോട്ട്, ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പഠിച്ചു, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്നൊരാശയം വരുന്ന സെൻറ്റൻസ് ആണത്. അപ്പോൾ ഐ വന്നുകൊണ്ടാണ് അവിടെ ഹാവ് വന്ന്, പഠിച്ചിട്ടുണ്ട്, പഠിച്ചു എന്ന ഈ ആശയം തന്നെയാണ് ഹാവും കൂടെ അവിടെ ചേർത്തത്. 2 മീനിങ് ആണുള്ളത്. ഹാവിന് 2 ഫംഗ്ഷനാണുള്ളത് അവിടെ. അപ്പോൾ തന്നെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഞാൻ ആശയം പറയുമ്പോൾ നിങ്ങളുടെ ആ മലയാളം ലാംഗ്വേജിൽ വേണം ആശയം നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട്, മനസ്സിലാക്കിയെടുക്കാനായിട്ട്. എപ്പോഴും ഉള്ളത് അങ്ങനെ എടുക്കാതെ ആദ്യത്തെ കുറേ സെക്ഷനിലൊക്കെ അങ്ങനെ പോവുക. കുറേ നാൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, കുറേ നാൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജി അങ്ങ് മാറ്റിക്കോണം. നിങ്ങളുടെ ആശയത്തിലോട്ട് വേണം ഇംഗ്ലീഷ് എടുക്കാൻ.
കാരണം അതായിരിക്കും നമുക്ക് ബെറ്റർ വേ. നമുക്ക് നമ്മുടെ മനസ്സിലത് പതിയുകയും പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മുടെ നാവിൽ വരണമെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസുകളൊക്കെ നമ്മുടെ ആ ശൈലിയിലോട്ട് അർത്ഥത്തെ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ഇപ്പോഴിങ്ങനെ പോട്ടെ, പിന്നീട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ശൈലി വേണം എടുക്കാൻ, ആശയങ്ങളെ. അത് കുറേ നാൾ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ, വേർഡുകളൊക്കെ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം എടുക്കാനായിട്ട്. അച്ചടി ഭാഷയും അച്ചടി ഗ്രാമാറ്റിക്കൽ അർത്ഥവും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കുമ്പോൾ വരത്തില്ല, നമുക്ക് സംസാരിക്കുമ്പോൾ വരണം. അതിന് നമുക്ക് നാച്ചുറൽ മലയാളത്തിൽ തന്നെ, നമ്മുടെ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിനെ കൺവേർട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ വേ. ജസ്റ്റ് പറഞ്ഞതെന്ന് ഉള്ളൂ, ഓർത്തിരിക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കുമ്പോൾ ആശയത്തെ നിങ്ങളുടെ രീതി വേണം ഏറ്റെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ അച്ചടി ഭാഷയുടെ അർത്ഥത്തിലായിരിക്കും പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും, കറക്റ്റായിട്ടുള്ളൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ, അങ്ങനെ എടുക്കാവൂ. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. വാട്ട് ഡു യു ഹാവ്. വാട്ട് ഡു യു ഹാവ് എന്ന് വെച്ചൊരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും സന്ദർഭം അനുസരിച്ച്. ജസ്റ്റ് 2-3 അർത്ഥം പറയാം. ജസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ഡു യു ഹാവ്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, നിനക്ക് എന്താ ഉള്ളത്. വാട്ട് ഡു യു ഹാവ്, നിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്. അങ്ങനെയൊക്കെ ആശയം വരുന്ന ഒരു സെൻറ്റൻസാണ് വാട്ട് ഡു യു ഹാവ് എന്ന് പറയും. വാട്ട് ഡു യു എന്ന് വെച്ചാൽ ഡു യു വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു ഹാവ്, ഒരു ഡൂവിൻ്റെ ഒരു ഫംഗ്ഷൻ കണ്ടില്ലേ, ഡൂവിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനെ ക്വസ്റ്റ്യൻ ക്രിയേഷൻ തന്നെയാണ്. വാട്ട് ഡു യു ഹാവ്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, നിനക്ക് എന്താ ഉള്ളത് എന്നിങ്ങനെ ആശയം വരുന്ന സെൻറ്റൻസാണ്. അപ്പോൾ ഉള്ളത്, എന്താ ഉള്ളത് എന്ന് ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാവും കൂടെ അവിടെ ചേർത്തേക്കുന്നത്. വാട്ട് ഡു യു ഹാവ്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്. യു വന്നുകൊണ്ട് കൂടിയാണ് അവിടെ ഹാവും വന്നത്. അത്രേ ഉള്ളൂ, ജസ്റ്റ് ഗ്രാമാറ്റിക്കലി പറഞ്ഞുള്ളൂ. ആ സെൻറ്റൻസ് വാട്ട് ഡു യു ഹാവ് സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യാത്ത ദിവസമുണ്ട്, എല്ലാ ദിവസവും നമ്മൾ ആ സെൻറ്റൻസ് യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഫംഗ്ഷൻ. നമ്മൾ ജസ്റ്റ് ഗ്രാമാറ്റിക്കലി പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് കരുതുന്നുണ്ടാവും. വെറും സിമ്പിൾ സെൻറ്റൻസുകളാണ്. അതിൽ ഞാൻ ഗ്രാമാറ്റിക്കലി കയറ്റുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. വാട്ട് ഡു യു ഹാവ്, നമ്മൾ എന്തൊക്കെ പറയില്ല, ഒരു കച്ചവടക്കാര സാധനം കൊണ്ട് നമ്മൾ പറയത്തില്ല എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, വാട്ട് ഡു യു ഹാവ്, എന്താ ഉള്ളത് എന്ന് നമ്മൾ പറയത്തില്ല. നമ്മൾ എത്ര സന്ദർഭങ്ങൾ വാട്ട് ഡു യു ഹാവ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്രയ്ക്ക് അതങ്ങനെ എടുക്കുക. പിന്നെ ആ ഹാവിൻ്റെ ആ ഫംഗ്ഷനും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അത്രേ ഉള്ളൂ. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഹാവിൻ്റെ അതിനൊരു എക്സാമ്പിൾ. വി ഡു നോട്ട് ഹാവ് സ്കൂൾ ഓൺ സാറ്റർഡേ. ഇത് കുറച്ച് കുട്ടികൾ വന്നിങ്ങനെ പേരൻസിനോട് പറയുന്നൊരു കോൺവെർസേഷൻ സെൻറ്റൻസാണ്. ഞങ്ങൾക്ക് ശനിയാഴ്ച സ്കൂളില്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. വി ഡു നോട്ട് ഹാവ് സ്കൂൾ ഓൺ സാറ്റർഡേ. സാറ്റർഡേ ഞങ്ങൾക്ക് സ്കൂളില്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എടുത്തായിരുന്നു ഹാവിൻ്റെ. ഇതും ഒരു ഹാവിൻ്റെ നെഗറ്റീവാണ്. ഇല്ല എന്നൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെൻറ്റൻസാണത്. അപ്പം ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഡു നോട്ട് ചേർത്തേക്കുന്നത്. വി ഡു നോട്ട് ഹാവ് സ്കൂൾ ഓൺ സാറ്റർഡേ. ഓൺ സാറ്റർഡേ ഞങ്ങൾക്ക് സ്കൂളില്ല എന്ന് കുട്ടികൾ പറയുവാണ്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ ഡു നോട്ട് ഹാവ് ചേർത്തു. ഡൂവിൻ്റെ ഡസിൻ്റെ മെയിൻ ഫംഗ്ഷൻ അത് തന്നെയാണ്. ഇല്ല നെഗറ്റീവ് സെൻറ്റൻസുകളെ ഫോർമേഷൻ ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്ന 2 വേർഡുകളാണ്, വെർബുകളാണ്. ആക്സിലറി വെർബിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇവയൊക്കെ. ഡൂവും ഡസും വരുന്നത്. ഹെൽപ്പ് ചെയ്യുന്ന 2 വേർഡുകളാണ് ഡൂവും ഡസും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൂ വെച്ചാണ് ഇവിടെ നമ്മൾ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡൂ ചേർക്കാതെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഇതിനെ ആക്കാൻ പറ്റും. വി ഹാവ് നോ സ്കൂൾ ഓൺ സാറ്റർഡേ എന്ന് പറയാം. പക്ഷേ അങ്ങനെ നേറ്റീവ് സ്പീക്കേഴ്സ് പറയാറില്ല. ഗ്രാമാറ്റിക്കലിയും ഗ്രാമറിൻ്റെ സിസ്റ്റം അനുസരിച്ചും അവരും അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നേറ്റീവ് അവരുടെ നാട്ടിൽ സംസാരിക്കുന്നവരുണ്ട്. സോ മോസ്റ്റ്ലി കോമൺ ആയിട്ട് സംസാരിച്ച് വരുന്നത് ഡൂവും ഡസും വെച്ചാണ്. കാരണം സിമ്പിൾ പ്രസൻറ്റിൽ എല്ലാവരും ഇംഗ്ലീഷുകൾ സംസാരിക്കും. ഡൂവും ഡസ് എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കാറ്റഗറി വരും. നമ്മൾ മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത്? സിമ്പിൾ മലയാളം. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എപ്പോഴും നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷും അതൊരു ലാംഗ്വേജാണ്. അവരും സംസാരിക്കുന്നത് സിമ്പിളായിട്ടും പ്രസൻറ്റ് ടെൻസിലുമാണ് സംസാരിക്കുന്നത്. സോ അപ്പോൾ ഡൂവും ഡസും ചേർത്താണ് അവിടെ നെഗറ്റീവ് സെൻറ്റൻസ് കൂടുതലും ഫോർമേഷൻ ചെയ്യുന്നത്. അതേപോലെ പല ടൈപ്പിലുള്ള ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ലയോ, അങ്ങനെയാണോ, താങ്കൾക്ക് എന്താ, താങ്കളുടെ കാര്യം അങ്ങനെയൊക്കെയാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ ഡൂവും ഡസും ഒക്കെ ചേർത്താണ് കൂടുതലും നമ്മൾ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ടൈപ്പ്. അപ്പോൾ അതെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന മെയിൻ വെർബ്, ഫസ്റ്റ് വെർബുകളൊക്കെയാണ്. അത് തന്നെയാണ് നമ്മൾ മലയാളം എങ്ങനെ യൂസ് ചെയ്യുന്നത്, സിമ്പിളായിട്ട് സംസാരിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷ് അവരങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സോ മാക്സിമം നിങ്ങൾ ഡൂവും ഡസും വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക നെഗറ്റീവ് സെൻറ്റൻസ്. നമ്മൾ ആക്ച്വലി അത് ഇങ്ങനെ പറയാൻ കാരണം സംസാരിക്കുമ്പോൾ നിങ്ങളങ്ങനെ സംസാരിക്കുക ഡൂവും ഡസും വെച്ച്. കാരണം നമ്മൾ എടുക്കുന്നതായിരിക്കും ഡസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് കുറേ, ഡൂവിൻ്റെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഡൂവിൻ്റെ കുറച്ച് എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞു. അതിൽ നമ്മൾ കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ നെഗറ്റീവ് മാത്രമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും, പേടിക്കണ്ട. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എപ്പോഴെങ്കിലും ഡൂവിൻ്റെ കൂടെ ഹാവ് വന്നാലോ ഒന്നും പേടിക്കരുത്. അതങ്ങനെ, അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. എളുപ്പം ആ സിസ്റ്റമാണ് എളുപ്പം. അതേപോലെ തന്നെ ഹാവ് നോ ചേർത്ത് അർത്ഥമൊന്നും മാറത്തില്ല. സെയിം ആശയം തന്നെയാണ്. ഹാവ് നോ സ്കൂളില്ലെന്ന് തന്നെയാണ് അർത്ഥം. ഹാവ് നോ സ്കൂൾ ഓൺ സാറ്റർഡേ എന്ന് വെച്ചാൽ
സ്കൂളില്ലെന്ന് തന്നെ അർത്ഥം. അപ്പം നിങ്ങൾ വിചാരിക്കുമല്ലോ, അയ്യോ നീ അർത്ഥം മാറിപ്പോയോ എന്ന് വിചാരിക്കുമല്ലോ, സെയിം ആശയം തന്നെയാണ്. അത് വേറൊരു രീതിയിൽ സംസാരിക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നെഗറ്റീവ് ഹാവും ആദ്യം വെച്ച് നെഗറ്റീവ് സെൻറ്റൻസുകളുണ്ട്, കുറേ മോസ്റ്റ്ലി ഉണ്ട്. അത് കവറപ്പ് ചെയ്യുക, അത് കോൺവെർസേഷൻ വരുമ്പോൾ കവറപ്പ് ചെയ്യുക. അന്നേരമാണ് ഏത് സിറ്റുവേഷനാണ് അവർ യൂസ് ചെയ്യുന്നത് പിടികിട്ടത്തുള്ളൂ. വളരെ എളുപ്പമുള്ളതാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നോ പ്രോബ്ലം. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിട്ട് പോവാം. അടുത്തത് നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു സെൻറ്റൻസാണ്. ഹാസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാവിന് നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്. ഹാവിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഐ ഹാവ് ടു ഗോ ഹോം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ പോകണം എന്ന് ഒരാൾ പറയും. ഇപ്പം ഞാൻ തന്നെ പറയും എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്, ഒരാൾ പറയുന്ന സെൻറ്റൻസാണത്. പക്ഷേ ആ സെൻറ്റൻസിനകത്ത് ഒരു അർജൻസി കിടപ്പുണ്ട്. കാരണം ഹാവിൻ്റെ കൂടെ നമ്മൾ ടു ചേർത്തിട്ടുണ്ട്. ഏത് സെൻറ്റൻസിലായാലും ഹാവിൻ്റെ കൂടെ ടുവോ അതേപോലെ ഹാസിൻ്റെ കൂടെ ടുവോ ചേർത്താൽ അതിൻ്റെ പിന്നിൽ ഒരു റെസ്പോൺസിബിലിറ്റിയോ ഒരു അർജൻസിയോ ആ ചെയ്യുന്ന ആൾക്ക് കാണും. ആ കാര്യം അയാൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ അയാൾ പറയുവാണ് ഐ ഹാവ് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം എന്നൊരാൾ പറയുന്ന സെൻറ്റൻസാണ്. അപ്പോൾ നമ്മളത് ഐ ഹാവ് ടു ഗോ ഹോം എന്ന് പുള്ളി പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചോണം. പുള്ളിക്ക് പോകേണ്ട എന്തോ അത്യാവശ്യമുണ്ട്, എന്തോ അർജൻസി പുള്ളിക്കുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് പോയേ പറ്റും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിൽ അയാളെ അപ്പം തന്നെ വീട്ടിൽ വിട്ടേക്കണം. എന്ത് കാര്യത്തിന് വേണ്ടിയായാലും അത് ചെയ്യാൻ അനുവദിച്ചേക്കണം. അതായത് ഐ ഹാവ് ടു ചേർത്ത് നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ 2-3 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ടു ഗോ നൗ, അത് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളൂ. എനിക്ക് ചിലവർ പറയുന്നത് കേട്ടിട്ടുള്ളേ, എനിക്കിപ്പോൾ പോകണം, എന്തെങ്കിലും അത്യാവശ്യം ഉള്ളപ്പോഴേ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ, എനിക്കിപ്പോൾ പോകണം. അപ്പോൾ എനിക്കിപ്പോൾ പോകണം എന്ന് പറയുന്ന അതേ ആശയമുള്ള സെൻറ്റൻസാണത്. ഐ ഹാവ് ടു ഗോ നൗ, എനിക്കിപ്പോൾ പോകണം, ഐ ഹാവ് ടു ഗോ നൗ. അതിൻ്റെ അർത്ഥം അയാൾക്ക് പോയിട്ട് എന്തോ പരിപാടിയുണ്ട്, എന്തോ ഒരു അർജൻസി ഉണ്ട്. അപ്പോൾ ആ അർജൻസിയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹാവ് ടു അവിടെ വന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൻ്റെ അതേ സെയിം മീനിങ്ങുള്ള ഒരു എക്സാമ്പിളാണ് അടുത്തതും. യു ഹാവ് ടു കോൾ മീ ടു നൈറ്റ്. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള നീ ഇന്ന് രാത്രി എന്നെ വിളിക്കണം എന്നൊരു സെൻറ്റൻസാണ്. യു ഹാവ് ടു കോൾ മീ ടു നൈറ്റ്, ഇന്ന് രാത്രി നീ എന്നെ വിളിക്കണം എന്നുള്ളൊരു കോൺവെർസേഷൻ സെൻറ്റൻസാണത്. അതിൻ്റെ ആശയം അത് തന്നെയാണ്. എന്തോ അർജൻറ്റ് ഉണ്ട്, സോ ഇന്ന് രാത്രി വിളിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പറയാറുണ്ട് ഇന്ന് രാത്രി എന്നെ വിളിക്കണം എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ആശയമാണ് അത്. കോൾ മീ ടു, യു ഹാവ് ടു കോൾ മീ ടു നൈറ്റ്. അപ്പോൾ ഹാവിൻ്റെ കൂടെ ടു ചേർന്നാൽ അതിൻ്റെ പിന്നിലത്തെ ആശയം എന്ന് വെച്ചാൽ എന്തോ അർജൻസി ഉണ്ട്, ആ കാര്യത്തിന് എന്തോ അർജൻസി ഉണ്ട്, എന്തോ റെസ്പോൺസിബിലിറ്റി ആ ചെയ്യുന്ന ആൾക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്തേ പറ്റത്തുള്ള ആ കാര്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി ഹാവിൻ്റെ നല്ല എക്സാമ്പിൾ സെൻറ്റൻസുകളുണ്ട്, കുറച്ച് എക്സ്പ്രഷൻസുകളുണ്ട്. അത് നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ ഈ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ. കാരണം നമുക്കിനി ആവശ്യം വരും. അതിപ്പോഴേ പറഞ്ഞു പോകുമ്പോഴായിരിക്കും നല്ലത്, നമ്മുടെ മനസ്സിൽ ഇപ്പോഴേ ഫ്രഷായിട്ട് കയറുമല്ലോ. സോ അതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകളുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.